നിങ്ങൾ ഈ വേഷം കണ്ടിട്ടില്ലായിരിക്കും അല്ലേ? നമ്മളൊരു റീൽസ് മാത്രം ഇതിട്ട് എടുത്തുള്ളൂ. അതെ, ഇത് തണുപ്പായതുകൊണ്ട് അമ്പൂട്ടരെ ചാക്കിനകത്ത് കയറ്റി. ഇതേപോലത്തെ ഡ്രസ്സ് ഏട്ടനും ഉണ്ടായിരുന്നു. മൂക്കെന്തോ ഇവിടെ ചുമന്നിരിക്കുന്ന ലിപ്സ്റ്റിക് ആണോ? അതങ്ങനെ എനിക്കൊരുങ്ങാൻ സമയം കിട്ടണ്ടേ? രണ്ടുപേരെ റെഡിയാക്കി അങ്ങോട്ട് വിട്ടിട്ട് അങ്ങോട്ട് വേഗം ഒരുങ്ങി ഇറങ്ങും. ഇനി എത്ര നേരം വേണം നിനക്ക് ഒരുങ്ങാൻ? എപ്പോഴും ഉള്ള പരാജയം, എനിക്ക് ഒരുങ്ങാൻ ടൈം കിട്ടുന്നില്ല. അമ്മ അതെ ചെരുപ്പിടാൻ മറന്നുപോയി. ലക്കേ ഇല്ല ഇവിടെ ആർക്കും. കഥവ് പൂട്ടി ഇറങ്ങി, ഞാൻ കാലേ നോക്കുന്നു, വെറുതെ നിക്കുന്നു. ഞാൻ ചോദിച്ചു അമ്മ ചെരുപ്പ് എന്ത് ചെയ്യുമ്പോ താക്കോലേ ചെരുപ്പിടാൻ മറന്നുപോയി പറഞ്ഞ് റൂമിൽ താക്കോലൊക്കെ ബാഗിനകത്ത് വെക്കുക. അപ്പം ഗൈസ്, നമ്മള് ഇന്ന് ശോഭാമാളി പോവാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇതിനായിട്ട് ശോഭാമാളി പോയിട്ടില്ല. നമ്മൾ പോകുമ്പോൾ പലപ്പോഴും തൃശ്ശൂർ വഴി പോകുമ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. സോ ഇന്ന് നമ്മൾ ശോഭാമാളി പോകുന്നു വിചാരിച്ചു. പോലെ തൃശ്ശൂർ ഒന്ന് നൈറ്റ് ഒന്ന് കറങ്ങാം. വേറൊന്നുമില്ല, ശോഭാമാളി മാത്രം. ചൂട് ചായ വേണം. ചൂട് ചായ. ഓക്കെ, അന്ന് മാളി കൂടെ കുടിച്ചാലോ? അത് വെറുതെ കുടിക്കണോ? ഉമ്മ വെച്ചാടി ഉമ്മ വെച്ചില്ല, പക്ഷെ ഇവിടെ ശ്വാസം കണ്ടാവും. ഞെക്കണം, എന്നാലേ താഴെ കൊണ്ട് ഇറക്കത്തോളൂ കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റം ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിൽ തന്നെ നിൽക്കും 1 മണിക്കൂറായിട്ട്. കിളിപോയ ടീമോടായിട്ടുണ്ടല്ലോ നിനക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി. അയ്യോ, പേടിച്ചു പോയി. നിങ്ങളെ ആ കറക്കി വരുന്നത് എന്താ സംഭവം കണ്ടോ? അതില് ഭയങ്കര സാഡായിട്ടിരുന്ന കേട്ടോ. അമ്പൂട്ടൻ ജനിച്ചപ്പം തൊട്ടുള്ള ഒരു ടവലായിരുന്നു. ഇത് പോയപ്പോ ഭയങ്കര വിഷമമായിരുന്നു. നമ്മളൊന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ കയറിയപ്പോ അവിടെ മിസ്സായി പോയി. മടിയിലിരിക്കുവായിരുന്നേ, ഞാൻ എഴുന്നേറ്റപ്പോ തറയെ വീണിട്ട് ഇതിലുണ്ടായിരുന്നു. ഞാൻ കണ്ടേനെ അവിടെ. നമ്മൾ ഉച്ചക്ക് കണ്ട ആരും ഇല്ല അവിടെ. ഞാൻ നോക്കിയപ്പോ അവിടെ നമ്മൾ കൈ കഴുകാൻ പോകുന്നതിന്റെ അവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നില്ല, ആശയിൽ ഇട്ടേക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഉച്ചക്ക് ടവല് മോളുടെ അനുഭവം എടുത്തോളാൻ പറഞ്ഞു. എല്ലാരും നോക്കും. സന്തോഷമായേ? സന്തോഷായി. കൊണ്ടേ വന്നോടില്ലമ്മ. എനിക്ക് അവനെ കുഞ്ഞിലെ ഇതില് ഇപ്പഴും ഞാൻ ഇതന്നെയല്ലേ യൂസ് ചെയ്യുന്നേ. എല്ലാ വീഡിയോ നോക്കിയാലും അറിയാം, എനിക്കിത് ഇഷ്ടമാ. ചില സാധനങ്ങളോട് നമ്മൾ അറ്റാച്ച്ഡ് ആയ പിന്നെ പാടാം. എന്തായാലും ഞാൻ വിചാരിച്ച് കിട്ടത്തില്ലായിരിക്കും വിചാരിച്ചു കേട്ടോ. സത്യമായിട്ടും വിചാരിച്ച് കിട്ടത്തില്ലായിരിക്കും, പക്ഷെ കണ്ടുപിടിച്ചോളൂ. ഇത് തുറക്ക് അവിടെ വിട്ടിട്ടെ ടവല അതിനകത്ത് കിട്ടും. എന്തെല്ലാം അഴുക്കായില്ലേ? അഴുക്കായി. ഡിക്കിക്കകത്തോട്ടോ. ഇത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലോട്ടുള്ള നടയിലോട്ട് എൻട്രി ആണ് കേട്ടോ. നമ്മള് ചായ കുടിക്കാൻ വേണ്ടി വന്ന സുഹൃത്തുക്കളെ. ഇവിടെ കുറെ ചായ ഉണ്ട്, വെറൈറ്റി ചായ എന്നാണ്. ഈ ഗ്ലാസ്സിൽ വെച്ച് പൊട്ടിപ്പോവില്ലേ ഈ ഗ്ലാസ് ചായ? ഇല്ല, ഇത് അതിന്റെ അകത്തൊരു സാധനം കണ്ട, അത് ഇട്ട് തിളക്കുന്നുണ്ടോ? അത് ചായ. ഇതെന്തൊരു ചായ? വാട്ടർമെലൺ ചായയോ? വാട്ടർമെലൺ ചായ. ഏട്ടൻ കുടിച്ചോ? ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ, ഏതായിരിക്കും ബെസ്റ്റ് സെല്ലിംഗ് ഐറ്റം? അത് ലിന്റ് ബ്ലൂ കളറോ? തൃശ്ശൂരിലെ ഏറ്റവും ടോപ്പ് മാള് ശോഭമാളല്ലേ? എനിക്ക് അറിയത്തില്ല. ആണെന്നാണ് എൻ്റെ തൃശ്ശൂർ. സത്യം പറയാം, നമുക്ക് തൃശ്ശൂർ ഉണ്ട്, വൈമാളുണ്ട്. പക്ഷെ വൈമാളിനെക്കാട്ടിയും തൃശ്ശൂർ ഏറ്റവും വലിയ മോള് എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. വേറെ ഏതെങ്കിലും മാളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ. അല്ല, ലുലു മാള് വെച്ച് നമ്മൾ ഒരിക്കലും എങ്ങും കമ്പയർ ചെയ്യാം. ഏഷ്യയിലെ നമ്പർ 1. എറണാകുളത്ത് ലുലു മാളിൽ പോയിട്ടുണ്ട്, പണ്ട് പോയിട്ടുണ്ട്. സ്കൂൾ ടൂർ. അത് എറണാകുളത്ത് ലുലു മാളിൽ പോകാത്ത ആരും കാണത്തില്ല. സ്കൂൾ ടൂർ പോകുമ്പോ എല്ലാരും അവിടെ പോകും. ബസ്സൊക്കെ ഉണ്ടല്ലോ മൃദേ. അമ്പൂട്ടിന് നീ കൂടി ബസ്സിൽ കയറുന്നോ? കുഞ്ഞതാടാ, കൊച്ചു പിള്ളേരെ സ്റ്റെപ്പ് കണ്ടില്ലേ? ശരിയാ ഏട്ടാ, കണി കൊള്ളാം. ദൈവമേ, തീർന്ന് അമ്മ കമ്മലും വളയും. ഇഷ്ടമാണോ? ഓ, വലുതിടാത്ത പോലെ. ദോശക്കല്ലിന്റെ അത്ര ഉള്ളത് അവൾ ഇടുന്നത്. എന്നിട്ട് പറയാം വലുത് ഇഷ്ടമാണോ? നോക്കട്ടെ. അത് ശരിയാ, അവന്റെ പുറം മുറി. ഇത്രേ നാളായിട്ട് ഈ അമ്മ ഇത് കേറാൻ പഠിച്ചില്ല നമ്മള്. ഒരു ദിവസം അന്ന് വീഡിയോ എടുത്തില്ല, അന്ന് വീഴാൻ പോയി. ആ മഞ്ഞയുടെ നടുക്കങ്ങ് ചവിട്ടി ധൈര്യം സംഭരിച്ച് പോവാ. ഓ, ഇനി അറിയാട്ടോ. ട്രെയിൻ ഗോയവേ. അപ്പൊ നമ്മള് ഡിന്നറിന് ഇന്ന് കഴിക്കാൻ വേണ്ടിട്ട് മസാല ദോശ. എനിക്ക് അമ്മയ്ക്ക് മസാല ദോശ. മൃദുലക്ക് എന്താ പറഞ്ഞ? ഡയറ്റ് ആണ് അത്ര. മുതൽ ഡയറ്റ് വേണ്ടേ? കണ്ടാ ഇന്ന് കുടിക്കുന്ന കണ്ടാ?
എല്ലാവർക്കും ഒരു ലൈഫല്ലേ ഉള്ളൂ. ഇതെന്തുവാ? കൊഴക്കട്ട. കൊഴക്കട്ടെ ഇല കൊള്ളായിരിക്കല്ലോ. നിങ്ങൾ കഴിച്ചു, എന്നെ നോക്കിയിരിക്കണ്ട. അതിന് ആര് നോക്കിയിരിക്കുന്നു? അമ്മ എപ്പോഴാ കഴിച്ചു തുടങ്ങി? നല്ല വലുതല്ലേ? അടിപൊളിയല്ലേ? ഇവിടുത്തെ ഭൂരി ഒന്ന് കഴിച്ചു. ഇത് മാറ്റണോ? ഇത് നോർത്ത് ഇന്ത്യൻ, പക്ക നോർത്ത് ഇന്ത്യൻ കറി. അത് എന്തുവായിരുന്നു തള്ളുന്ന? വാങ്ങിച്ചപ്പോ എല്ലാരും വാങ്ങിച്ചു കൂട്ടി. എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് പോയില്ലേ? എന്തിനു വേണം? നമ്മള് കഴിച്ച് നമ്മള് വയറ് വീത്ത് വേണ്ട. നിന്റെ മുഖരുന്ന് വായി നോക്കുന്നു. ഡൊമിനോസിലെ ചേട്ടന്മാരെ വായി നോക്കുന്നു. ആ ചേട്ടന്മാരുടെ കോക്കറി കാണിക്കും, അവൻ തിരിച്ചു കാണിക്കും. ആ ചേട്ടന്മാരുള്ളതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട് തിന്നുന്നു. കണ്ടായിപ്പോ കറി എങ്ങനെയുണ്ട്? ഈ കറി ഉണ്ടല്ലോ കറക്റ്റ് ഇനി കാശ്മീർ പോയപ്പോൾ കഴിച്ച കറിയുടെ അതേ ടേസ്റ്റ്. കറക്റ്റ് നോർത്ത് ഇന്ത്യൻ കറി. ഈ നോർത്ത് ഇന്ത്യൻ്റെ ഈ ചാറ്റ് മസാല ഉണ്ടല്ലോ, ഒരു പൊടി ഉണ്ട് അവരുടെ, ആ ഒരു അതിന്റെ പക്ക ടേസ്റ്റ് അറിയാൻ വയ്യ. മല്ലിയില, മൊത്തം മല്ലിയില. എന്താടി ഞാൻ ആനാന്ന് പറയാൻ ചിരിക്കാത്? അവള് ആനാന്ന് പറയാൻ ചിരിക്കുന്നത്. അത് എന്തുവാടാ അത് പരിപാടി? ഞാൻ അവിടെ എന്തുവാ ഇരിക്കുന്നേ? അമ്പു അമ്പു അമ്പു, അത് നിന്റെ കയ്യിൽ ഇരിക്കുന്നോണ്ടാണ്. നീ കാണിച്ചേ? നീ എന്റെ അടുത്ത് വായേ. പക്ഷെ എന്തുവാ ഉറക്കം എഴുന്നേറ്റാ? നീ എന്റെ അടുത്ത് വായേ. അമ്പു ആനോ പോടാ. ഞങ്ങൾ ഇരിക്കുവല്ലേ? പോടാ പോടാ. ഒന്ന് തള്ളിയിടുന്നു അച്ഛൻ. അച്ഛനെ നമുക്ക് ആന പിടിപ്പിത്താ. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അമ്പൂട്ടിന് ചോറ് കൊടുത്തതിന് ശേഷം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇന്ന് നേരെ കണ്ണൂരിലേക്ക്. നിങ്ങളെല്ലാരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതമ്പലോ പഴശ്ശിനിക്കടവ് മുത്തപ്പന്റെ അടുത്ത് കൊണ്ടുപോയി ചോറ് കൊടുക്കണം വരെ നമ്മളെ വീഡിയോയുടെ അടിയിൽ വന്ന ഏറ്റവും കൂടുതൽ കമന്റ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ അമ്പലത്തിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ തുള്ളലിന്റെ സംഭവമൊക്കെ, അമ്പലത്തിന്റെ ഐതിഹ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ ഇന്ന് എന്തു പറയുന്നത്, മഴ ആയതുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാവർക്കും അവധിയാണ്. മഴയെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാൻ കഴിയും. വൈപ്പർ ഫുൾ സ്പീഡിലാണ്. മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കൈസ്. രാവിലെ നമ്മള് ഹോട്ടൽ റൂമിൽ നിന്ന് എടുത്തപ്പോ തോന്നല്ലോ മഴയല്ലേ? അത് ചില സമയം റോഡ് കാണുന്നില്ല, കാറ്റും കൂടെ അടിക്കണം. എന്തായാലും ഒടുക്കത്തെ മഴ കേട്ടോ. ഇവിടുന്ന് നമുക്ക് 250 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പിന്നെ ഇവിടുത്തെ റോഡ് ഭയങ്കര മോശമാണ്. സ്പീഡിന് പോകാൻ പറ്റുന്നില്ല, അടിച്ചോട്ട് പോകാനും പറ്റത്തില്ല. നമ്മൾ ഹൈവേയിൽ ഇറങ്ങിയിട്ടില്ല. ഭയങ്കര ശോക റോഡ് കേട്ടോ നമ്മളെ ഗുരുവായൂർ എന്നുള്ള റോഡ്. വെള്ളം കൂടെ കെട്ടി കിടക്കുന്നത് അറിയാനും വയ്യ. ഏതാ കുഴി? നല്ല കുഴിയായിരുന്നു. അല്ലെങ്കിൽ ഇതിൽ അറിയത്തില്ല, നല്ലോണം അറിഞ്ഞു. കൊറേ നേരം ദൂരമൊന്നും ആയില്ല. ഇത് കിലോമീറ്റർ കുറവും സമയമാണ്. പോയതുപോലെ ഫീല്. അതാ ഒന്ന് നമ്മളൊരു 20 കിലോമീറ്റർ 21 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മഴയും കൂടി ആയതുകൊണ്ട് അതിന്റെ കൂടെ റോഡ് മോശമായിട്ട് വളരെ പതുക്കെ പോകാൻ പറ്റും. ഹൈവേ കയറാതെ ഒരു സമാധാനം കിട്ടത്തില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ മഴയത്തൊക്കെ ഹൈവേ കയറിയാലും പേടിയാ ഗൈസ്. റോഡൊക്കെ സത്യം ആ ഒരു വാർത്ത വന്നോട്ട് കൂടി നമ്മുടെ പുതിയ റോഡിൽ കൂടെ ഞാൻ തന്നെ നമ്മുടെ റോഡിനൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റോഡൊക്കെ അടിപൊളിയായി. ഡ്രോൺ ഷോട്ടൊക്കെ എടുത്ത് നമ്മൾ തന്നെ കഴിഞ്ഞ വട്ടം പോയപ്പോൾ പറഞ്ഞായിരുന്നു. പക്ഷെ ഇങ്ങനത്തെയൊക്കെ എല്ലാം പരിഹരിക്കായിരിക്കും. എന്നാലും റോഡൊക്കെ ഇടിഞ്ഞ് അത് കെട്ടിയിട്ട് അധിക നാളായില്ലല്ലോ. അധികം നാളെന്നല്ല,
കെട്ടി കഴിഞ്ഞ ഉടനെ ഇടിഞ്ഞില്ലേ, അത് കേൾക്കുമ്പോഴല്ലേ അത് ശരിയാക്കിയോ? റെഡിയാക്കി പശയൊക്കെ വെച്ച് ഒട്ടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ റോഡ് ഇടിഞ്ഞപ്പോഴേ, അല്ലെങ്കിൽ ഞാനാണ് റോഡ് കെട്ടിയത്, ഇന്ന ഗവൺമെന്റ് ആണ്. നമ്മളാരും ഒരു ഗവൺമെന്റിന് അല്ല, ഒരു കുറ്റം പറയുമല്ല, ആരും സപ്പോർട്ട് ചെയ്യുമല്ല. പക്ഷെ നമ്മളപ്പോ ഒരു സാധനം നല്ലത് റോഡെല്ലാം പണിഞ്ഞ അത് ഞാനാണ് ക്രെഡിറ്റ് എന്നുള്ളത് എല്ലാരും എടുക്കാൻ നോക്കും അല്ലേ. ക്രെഡിറ്റ് എടുക്കാൻ പിന്നെ ആളെ കാണത്തുള്ളൂ. റോഡ് ഇടിഞ്ഞപ്പോ ആ റോഡിന് ഒരു ക്രെഡിറ്റും ഇല്ല. ഇത് എന്റെ ഇങ്ങനല്ല. അതാണ് കോമഡി. എന്തായാലും ഇതൊക്കെ രസമുള്ള കാര്യങ്ങളാ. എനിക്കറിയാൻ ഇത് എന്ത് മോശം റോഡാണ് ആലോചിക്കുന്നത്. അത് നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനാണെങ്കിൽ കൊള്ളാം. സന്തോഷം കണ്ടില്ലേ? നമ്മളന്ന് തമ്പൂരൊക്കെ ആയിട്ട് എന്നിട്ട് നമ്മൾ ഡ്രോൺ പറത്തി ഒരു 6 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം റോഡൊക്കെ അതിനെക്കാട്ടി ദയനീയ അവസ്ഥ. മഴ ആയതുകൊണ്ട് ഉള്ള അവസ്ഥ കേട്ടോ. കുറച്ച് മതി. ഉറിഞ്ഞല്ല. ശരി, ഇനി എന്താണ് മൂടി കിടക്കുന്നുണ്ടോ? ലുക്ക് അറ്റ് ദാറ്റ്. ഇനി അങ്ങോട്ട് തകർത്ത മഴയായിരിക്കും. അടുത്ത 24 മണിക്കൂറിൽ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അയ്യോ, നമ്മള് പോകുന്ന വഴി കണ്ണൂർ, കോഴിക്കോട് അതിലുണ്ട്. നമ്മള് പോകുന്ന വഴി നല്ല മഴയായിരിക്കും കേട്ടോ. ഞാൻ കണ്ണൂർ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് ഗൈസ്. അമ്പലങ്ങൾ ഒന്നാമത്തെ കാര്യം. പഴയ ഒരുപാട് അമ്പലങ്ങളും നല്ല വൈബുള്ള സ്ഥലമാണ് കണ്ണൂർ. ഞാൻ കണ്ണൂർ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ ഹിഡൻ സ്പോട്ട്സ് ഉണ്ടല്ലേ. വെള്ളച്ചാട്ടവും പോയിട്ടില്ല. കോഴിക്കോട് നമ്മൾ ഫുള്ള് കറങ്ങിയിട്ടില്ല. എന്നാലും കോഴിക്കോട് നമ്മൾ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ കണ്ണൂർ കുറെ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഇന്നലെ എടുത്ത് നോക്കിയപ്പോഴാണ് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ യാത്രയ്ക്ക് നമുക്ക് മഴ ആയതുകൊണ്ട് ഞാൻ കുറെ സ്ഥലങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, കുറെ വെള്ളച്ചാട്ടങ്ങളൊക്കെ. ഇനി മഴ ആയതുകൊണ്ട് നമ്മളിനി പോവില്ലേ ഒന്ന് കണ്ടറിയാം, റിസ്ക് ആയിരിക്കും. സോ എന്തായാലും നമ്മളിപ്പം ചോറെടുക്കാൻ വേണ്ടിയാണ് വന്നത്. അല്ലാണ്ട് ഒരു ദിവസം കണ്ണൂർ കറങ്ങാൻ വേണ്ടി പറഞ്ഞു. മഴയെന്ന് പറഞ്ഞ് നാക്കോട്ട് എടുത്തതേ ഉള്ളൂ, തുടങ്ങി. സത്യം സാറ് ഫ്രണ്ട് ഇരിക്കത്തില്ല കേട്ടോ. മൈൻഡ് ചെയ്യുന്നില്ല. ഏത് നീ എവിടെ മൈൻഡ് ചെയ്യണോ അല്ലേ? വാ, നിന്റെ കാർ സീറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നിനക്ക് വാങ്ങാനോ ഇരിക്കാനോ വാങ്ങിച്ചത്? ഗൈസ്, ഇപ്പൊ നമ്മള് ഓഫ് റോഡ് ഒന്നും പോണോന്നില്ല. നമ്മുടെ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചാലും മതി സുഹൃത്തുക്കളെ. ഓഫ് റോഡാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്റെ ദൈവമേ. നമ്മളെ കോഴിക്കോട് റൂട്ടിലാണ്, കണ്ണൂര് പോവുകയാണ്. നമ്മൾ ഗുരുവായൂരിന്ന് നേരെ കോഴിക്കോട് റൂട്ട് കയറിയതേ ഉള്ളൂ. വണ്ടിയുടെ കോലം പിന്നെ പറയണ്ടല്ലോ. ഇവിടം വരെ തൊളി തെറിക്കും കേട്ടോ. അമ്മ അതിന് മോശം റോഡാണ്, ഒരു രക്ഷയില്ല. സെറ്റ്. അയ്യോ അടിപൊളി. എടി നമ്മള് വണ്ടി നിർത്തിയിട മൊത്തം അഴുക്കായി. റോഡിൽ കൂടെ റോഡ് കണ്ടാണല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. സത്യം. പക്ഷെ ഇവിടുത്തെ റോഡ് പണി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മളിപ്പോ സർവീസ് റോഡ് മൊത്തം ചളവായി കിടക്കുക. മൃദുല ഡാൻസ് പഠിക്കുക കേട്ടോ. ഡ്രസ് കൊള്ളാടി നിന്റെ ഇന്നത്തെ. ഇപ്പൊ ഇങ്ങനത്തെ കുറെ ചുരിദാർ ഇറക്കിയിട്ടുണ്ട്. ഒരുത്തന്നെ കിലുക്ക് താഴെ ഇട്ട് എടുത്തോ. ഞാൻ ഈ മോഡൽ തന്നെ ഒരു 4 എടുത്തിട്ടുണ്ട്. കൈ കൊടുക്കണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഫോട്ടോസ് ഒക്കെ എടുത്ത കേട്ടോ നമ്മള്. അടിപൊളി ചുണ്ടടാപ്പി സുണ്ടടൻ തന്നെ. അമ്മയുടെ ഇച്ചിരി ഒന്നും കൊടുത്തപ്പോ എന്തൊരു കരച്ചിലായിരുന്നു. ഓ ചോഴി പോകുന്ന അമ്മച്ചെടുത്ത് കൂടാ. അമ്പൂന്റെ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ബീച്ച് ഡ്രസ്. എന്നാ 2 കടി നിന്നോ, അടുത്തരാം. നിന്നോ. അവന്റെ മാത്രം എടുക്കുന്ന. സുന്ദരൻ.
ഓ ഇത് അടിപൊളി ഫോട്ടോ അല്ലേ? ഫോട്ടോ പോവാം. ആ ഫോൺ എവിടെ ഇരിക്കുന്ന മറന്നു പോയാനിപ്പോ. അപ്പൊ നമ്മൾ യാത്ര തിരിക്കുകയാണ് അടുത്ത ഓഫ് റോഡിലേക്ക്. നമ്മളങ്ങനെ ഹൈവേ കയറിയിരിക്കുന്നു. നല്ല റോഡ് കണ്ടപ്പോ എന്തോ ഒരു ശാന്തത, സമാധാനം. അതുമല്ല അമ്പും കാർ സീറ്റർ ഇരിപ്പുണ്ട്, പുറകെ ഇരിക്കുന്ന ഞാനും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, അമ്മയും സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ട്, ഏട്ടനും കുഞ്ഞും എല്ലാവരും അല്ലേ. സേഫ് ഡ്രൈവ്. സത്യത്തിൽ ബാക്കി ഇരിക്കുന്നവരും നിയമം ഇല്ല കുഴപ്പമില്ല, പെറ്റിന്ന് അടിക്കത്തില്ലെങ്കിൽ പോലും ബാക്കി ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. ഇപ്പൊ നമ്മൾ ഒരുപാട് അപകടം കണ്ടില്ലേ, ബാക്കി ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ട എത്ര പേരെന്ന് പറയും. നമ്മള് ബാക്കി ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇടണം. ഇടണം. നമുക്ക് എപ്പോഴാ നമ്മളെ നേരെ റോഡിൽ പോയാലും എതിരെ വരുന്നവൻ വന്ന് കയറിയാലും മതിയല്ലോ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കുക. പിന്നെ ഇനി നമുക്ക് 194 കിലോമീറ്റർ ഏതാണ്ട് ഇന്ന് രാത്രി 9 മണിക്ക് അവിടെ എത്തും. ഇനി 5 മണിക്കൂർ ട്രാവൽ ഉണ്ട് നമുക്ക്. ഇതൊക്കെ വർക്കായി തുടങ്ങി കേട്ടോ. നമ്മുടെ സ്പീഡ് ലിമിറ്റ് ഇപ്പൊ എഴുതി കാണിക്കും. അന്ന് വന്നപ്പോൾ അല്ലായിരുന്നല്ലേ? എത്ര കാണിച്ചു? എത്ര 79 കാണിച്ചു. എന്തോ പറ്റിയോ? വളാഞ്ചേരി അടുത്തത്. ആണ് കടിച്ചു വേണം നിങ്ങള്. ചില നേരം അവനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം അവൻ നമ്മൾ മൈൻഡ് ചെയ്യുമ്പോൾ നിർബന്ധം കാണിക്കും. ഞാൻ എടുക്കാൻ പറയും. അവന് അവന്റേതായ വഴിക്ക് വിടും. അവൻ എന്തെങ്കിലും ഇങ്ങനെ കയ്യൊക്കെ ഇട്ട് കളിച്ചൊക്കെ ഇങ്ങനെ നോക്കും. ഇവിടെ അടുത്ത ആള് വേണം. ഇപ്പൊ ഞാൻ ഫ്രണ്ട് ഇരുന്നതിലെ കരയും, അവന്റെ അടുത്ത് വേണം. എന്റെ പൊന്ന് കളിച്ചോയെ, പൊന്ന് വിളിച്ചു. അപ്പോ ഹാപ്പി ജേർണി. ആർക്ക്? നമുക്ക്. അമ്പു ടാറ്റാ ടാറ്റാ. ടാറ്റാന്ന് കാണിച്ചു വീഡിയോ എടുക്കുന്നതിന് മുമ്പ്. അതപ്പോ ഞാൻ എടുത്തത്. ടാറ്റാ 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 താത്താ താത്താ വരുന്നുണ്ട്. ഹേ ഗൈസ്, നമ്മളിപ്പോൾ കൂടെ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ നമ്മളെ കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിൽ വരുന്നത്. അടിപൊളി മാള് ഗൈസ്, സീരിയസ്ലി. ഒരുപാട് നമ്മളെ ലുലു മാളിലൊന്നും ഇല്ലാത്ത വെറൈറ്റി ഇഷ്ടം പോലെ സ്റ്റോറുകളുണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല മാൾ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ടാറ്റ. ഇപ്പൊ അമ്പു ടാറ്റ പറയാം കേട്ടോ. കൈ താളം പിടിക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട്, സൂപ്പർ മാൾ. പിന്നെ നമ്മൾ മാഹിയിൽ ഇറങ്ങി ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ചിട്ട് ഇവിടെ ഡീസലിന് 83 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് നേരെ നമ്മളതേ റൂമിലോട്ട് പോയി. കാരണം അത് കഴിഞ്ഞ് നമ്മൾ വലിയ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം എല്ലാവരും ഭയങ്കര ടയർഡായി. ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ മതി, കാരണം രാവിലെ എണീറ്റ് നമുക്ക് അമ്പലത്തിൽ പോകാനുള്ളതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.